നമസ്കാരം. നമസ്തേ. ഇന്ത്യ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൂയിസ് മിസൈലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പലപ്പോഴും വിക്ഷേപണം നടത്തുമ്പോൾ അതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വിജയിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷണത്തിൻ്റെ പ്രത്യേകത? ഈ കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ബലാസോർ ജില്ലയുടെ തീരത്ത് നിന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാല് ഒഡീഷൻ തീരത്ത് നിന്നും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും ഇന്ത്യ ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തി. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന്റെ റേഞ്ച് അഥവാ ദൂരപരിധി 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെ ദൂരപരിധി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ് നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ചത്. ഈ പരീക്ഷണ വിക്ഷേപണം പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് DRDO പറയുന്നത്. ഇത് റഡാറുകൾ ഉപയോഗിച്ചും ഉപഗ്രഹം ഉപയോഗിച്ചും ട്രാക്ക് ചെയ്തിരുന്നു. കൃത്യമായ ലക്ഷ്യത്തിൽ വളരെ കൃത്യതയോടുകൂടി, വളരെ ചെറിയ സർക്കുലർ എറർ പ്രോബബിലിറ്റിയോടുകൂടി ഈ മിസൈല് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും ആ ലക്ഷ്യസ്ഥാനത്തെ ടാർഗറ്റിനെ തകർക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് ഈ മിസൈൽ ആദ്യമായിട്ട് നമ്മൾ പൂർണ്ണ രീതിയിലുള്ള അതിന്റെ റേഞ്ച് പരീക്ഷിച്ച് വിജയിച്ചിരുന്നത്. ഇപ്പോ പവസ് എന്നോട് ചോദിച്ചല്ലോ, ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകോത്തര ശക്തിയായി മാറി. അത് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യയുടെ മിസൈൽ മാനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ ഫലമായിട്ടാണ് നമ്മൾ അഗ്നി സീരീസ് ഓഫ് മിസൈൽസ് വികസിപ്പിക്കുന്നത്. ആ മിസൈലുകൾ എല്ലാ അർത്ഥത്തിലും ലോകോത്തര മിസൈലുകളായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ലോകത്തിലെ എല്ലാത്തരം ആധുനിക ടെക്നോളജി ഉൾപ്പെടുന്ന, പഴയതുപോലെ നേരെ ആകാശത്തിൽ നിന്നും കുത്തനെ അല്ല താഴോട്ട് വരുന്നത്. താഴെ എത്തിക്കഴിഞ്ഞിട്ട് അതൊരു ഫ്ലാറ്റ് ട്രാജക്ടറി, ഒരുമാതിരി സെമി ബാലിസ്റ്റിക് സെമി ക്രൂയിസ് മിസൈൽ പോലെ പ്രവർത്തിക്കുന്ന, അങ്ങനെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളായിട്ട് ഇന്ന് അഗ്നി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ ക്രെഡിറ്റ് അതിന്റെ തുടക്കമിട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിനുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിൽ ഈ ഒരു മേൽക്കൈ നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ നമ്മൾ അത് നിരന്തരമായ പരീക്ഷണങ്ങൾക്കും തുടർച്ചയായ പരാജയങ്ങൾക്കും ശേഷം ഇന്ത്യ അത് നേടിയെടുത്തിരിക്കുകയാണ്. അതാണ് ഈ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായ വിക്ഷേപണം നമുക്ക് നൽകുന്ന സന്ദേശം. ഇവിടെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇന്ത്യ അതിന്റെ പോരായ്മകളെ മറികടന്നത്, ആരാണ് ഇതിനകത്ത് സഹായിച്ചത് എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. നിശ്ചയമായിട്ടും ഞാൻ കണക്കാക്കുന്നത്, എൻ്റെ ഒരു വിലയിരുത്തല്, നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വിജയവും ആ ടീമുമാണ് പിന്നീട് നമ്മുടെ ബാക്കി എല്ലാ ഫാമിലി ഓഫ് ക്രൂയിസ് മിസൈലുകളുടെയും വിജയത്തിന് പിന്നിൽ. കാരണം നമുക്ക് ചെറിയ സാങ്കേതിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ ചെറിയ സാങ്കേതിക പ്രതിസന്ധികളൊക്കെ തന്നെ ഈ ബ്രഹ്മോസ് ടീം വന്നിട്ട് അവർ സെറ്റ് ചെയ്യും. റഷ്യയുടെ ഒരു സഹായം ഒരുപക്ഷെ ഇതിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ സ്വന്തം എഞ്ചിനാണ്. അത് ഞാൻ പറഞ്ഞില്ല. ഇന്ത്യ ഈ ക്രൂയിസ് മിസൈലുകൾക്ക് സ്വന്തമായിട്ട് ഉള്ള എഞ്ചിൻ അത് ഈ കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് വരെ നമ്മൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അത് പ്രശസ്ത റഷ്യൻ കമ്പനിയായ NPO സാറ്റേൺ അവർ നിർമ്മിക്കുന്ന ടർബോജെറ്റോ അല്ലെങ്കിൽ ടർബോഫാൻ എഞ്ചിനുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇത് സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിച്ചു. അതൊരു 3 കൊല്ലം കൊണ്ട് ഇപ്പൊ നമ്മൾ അത് പെർഫെക്ഷൻ എത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരുപാട് ചെറിയ ത്രസ്റ്റ് കൊടുക്കുന്ന ജെറ്റ് എഞ്ചിനുകൾ ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ഇപ്പൊ നിർമ്മിക്കുന്നു. ഈ ഒരു മിസൈല് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചത് മണിക് എഞ്ചിൻ എന്ന് പറയുന്ന ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു എഞ്ചിനാണ്. മണിക് എഞ്ചിൻ ഏതാണ്ട് 4 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് അതിന് മുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാല്
പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച എഞ്ചിനാണ്. അതായത് ഈ എഞ്ചിൻ തരാതിരുന്ന് ഇന്ത്യയുടെ മിസൈൽ പരിപാടിയെ, ഇന്ത്യ പദ്ധതിയെ, പ്രോജക്റ്റിനെ തകർക്കാൻ ആർക്കും കഴിയും. പൂർണ്ണമായിട്ടും തദ്ദേശീയമായ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മനിക്ക് എഞ്ചിൻ അതീവ വിജയകരമായി. മാത്രമല്ല, ഈ എഞ്ചിന് ഞാനീ പറഞ്ഞ 4 കിലോ ന്യൂട്ടൺ ആണെങ്കിലും ഇതിന്റെ ത്രസ്റ്റ് സ്കെയിലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ 10 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരെ ഉത്പാദിപ്പിക്കുന്ന എഞ്ചിനുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി ഓഫ് എഞ്ചിൻ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിരവധി, അതായത് ഇതിൽ കുറഞ്ഞ ത്രസ്റ്റ് ഉള്ളത് 1 കിലോ ന്യൂട്ടൻ്റെത്, 0.5 കിലോ ന്യൂട്ടൺ, അങ്ങനെ ചെറിയ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ തൊട്ട് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടന്നു. ഇതൊക്കെ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ഒരു മേഖലയിൽ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തനം ഇപ്പൊ നമ്മൾ പരീക്ഷയുടെ കാര്യത്തിലൊക്കെ, നീറ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ CBSE കാര്യത്തിലോ ഒക്കെ പലപ്പോഴും ആ ഉദ്ദേശിക്കുന്ന ഒരു എക്സലൻസ് കേന്ദ്ര സർക്കാരിന് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രതിരോധ മേഖലയിൽ അതീവ ശക്തമായ മുന്നേറ്റം നടത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു മുന്നേറ്റത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ മണിക് എഞ്ചിൻ എന്ന് പറയുന്നത്, ടർബോഫാൻ എഞ്ചിൻ. ഇത് സ്കെയിൽ അപ്പ് ചെയ്യുവോ സ്കെയിൽ ഡൗൺ ചെയ്യുവോ, രണ്ടും ചെയ്യാം. കാരണം ഇത് സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നതാണ്. സ്കെയിൽ അപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ത്രസ്റ്റ് ശക്തി കൂട്ടുകയോ, സ്കെയിൽ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശക്തി കുറയ്ക്കുകയോ. അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ഡ്രോണുകൾക്ക് അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിക്കാവുന്ന എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു. ഇവിടെ ഈ നമ്മൾ വിക്ഷേപിച്ച ഈ മിസൈലിന്റെ ദൂരപരിധി 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ആദ്യമായിട്ടാണ് ഈ ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മേലെ എത്തുന്നത്. പാകിസ്ഥാന്റെ കൈവശം 2 തരത്തിലുള്ള ഫത്ത എന്ന ഒരു ക്രൂയിസ് മിസൈൽ ഉണ്ട്, അതുപോലെ ബാബർ എന്ന് പറയുന്ന, അത് രണ്ടും ഒരു മിസൈലല്ല, ഒരു ഫാമിലിയാണ്. അതായത് നിരവധി ഫത്ത 1-2, ബാബർ 1-2 അങ്ങനെ പറയുന്ന നിരവധി മിസൈലുകൾ. അതിൽ ഇതിന്റെ ഒക്കെ തന്നെ ദൂരപരിധി റേഞ്ച് 450 മുതൽ, പല കണക്കുകളും പറയുന്നത് യഥാർത്ഥത്തിൽ 750 എന്നാണ്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് 900 കിലോമീറ്റർ വരെ ഉണ്ടെന്ന്. 900 ഉണ്ടായാലും ഇന്ത്യയുടെ നിശ്ചയമായിട്ടും 1000 കിലോമീറ്ററിന് അപ്പുറത്ത് പോകുന്നു. അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതൊരു സ്റ്റാൻഡ് ഓഫ് വെപ്പണാണ്. പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകാത്ത ഒരു ഇടത്തിരുന്നുകൊണ്ട് നമുക്ക് ഈ മിസൈൽ വിക്ഷേപിക്കാം. ഇന്ത്യയുടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ഒരു അതിർത്തിയിലൊന്നും കൊണ്ട് വിക്ഷേപണം നടത്തേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ഇരുന്നുകൊണ്ട് ഈ മിസൈൽ വിക്ഷേപിക്കാം. പാകിസ്ഥാന്റെ പെഷാവർ വരെ. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം. ചൈനയുടെ മിസൈലിന് പോലും, ചൈനയുടെ കൈവശമുള്ള ക്രൂയിസ് മിസൈലുകൾക്ക് പോലും ഈ 1500 കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ. 1500 കിലോമീറ്ററിന് അപ്പുറം റേഞ്ചുള്ള ക്രൂയിസ് മിസൈലുകൾ യഥാർത്ഥത്തിൽ റഷ്യയുടെ കൈവശവും അതുപോലെ US-ന്റെ കൈവശവും മാത്രമേ ഉള്ളൂ. US-ന്റെ ടോമോഹോക്ക് എന്ന മിസൈലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള, ഏറ്റവും ലീത്തൽ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈല് ഞാൻ ഈ പറഞ്ഞ ടോമോഹോക്ക് മിസൈലാണ്. ആ ടോമോഹോക്കിനൊപ്പം എത്താനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചതിന്റെ ദൂരപരിധി 1500 കിലോമീറ്റർ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ ഇതിന്റെ വിജയകരമായ പരീക്ഷണങ്ങൾ 2024 തൊട്ടാണ് തുടങ്ങിയത്. പക്ഷെ അപ്പോഴൊക്കെ ആദ്യം 800 കിലോമീറ്റർ ആയിരുന്നു ദൂരപരിധി. പിന്നീട് 2025 ആയപ്പോഴത്തേക്കും 1000 കിലോമീറ്റർ ദൂരപരിധി വളരെ വിജയകരമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 1500ലേക്ക് എത്തുവാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ക്രൂയിസ് മിസൈലായിട്ട് ഇത് രൂപാന്തരപ്പെടുകയാണ്. ന്യൂക്ലിയർ ആയുധങ്ങളും അതുപോലെ തന്നെ കൺവെൻഷണൽ വാർഹെഡും ഒക്കെ വഹിച്ചുകൊണ്ട്, അതായത് 1/2 ടൺ വരെയുള്ള ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് 1500 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഈ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത്. സാധാരണ ക്രൂയിസ് മിസൈലുകൾക്ക് ഉള്ള ഒരു ഗുണമാണ് റഡാറിന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുക എന്നുള്ളത്. അതായത് ഭൂമിയോട് ചേർന്ന് സഞ്ചരിക്കും, 50 മീറ്ററോ അതിൽ താഴെയോ ഉയരത്തിൽ സഞ്ചരിക്കാം. അതിനാണ് ഈ ടെറൈൻ ഹഗ്ഗിങ് എന്നൊരു പ്രയോഗമുണ്ട് സാങ്കേതികമായിട്ട്. അതായത് ഭൂപ്രതലത്തെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആ രീതിയിൽ
സീ സ്കിമ്മിങ്, അതായത് സമുദ്രത്തിന് മുകളിലൂടെ പോവുകയാണെങ്കിൽ വെറും 10 മീറ്റർ ഒക്കെ ഉയരത്തിലായിരിക്കും. ഒരു ഒരു തെന്നി തെന്നി പോകുന്ന ഒരു പ്രതീതി വെള്ളത്തിന് മുകളിലൂടെ. അങ്ങനെയൊക്കെയുള്ള എല്ലാ തരം പിന്നെ എബിലിറ്റീസും ക്യാപ്പബിലിറ്റീസും ഉള്ള, അതുപോലെ തന്നെ മാനുവറബിൾ ആയ, അതായത് ഏത് രീതിയിലും ഇതിന്റെ പാത വഴിതിരിച്ചു വിടാവുന്ന അത്തരം ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 0.9 എന്ന് പറയും. അതായത് ശബ്ദത്തിനോട് അടുത്ത വേഗതയാണ്. അത് സബ്സോണിക് എന്ന് പറയുന്ന മിസൈൽ കാറ്റഗറി പെടുന്നതാണ്. അതായത് ശബ്ദവേഗത്തിന്റെ തൊട്ട് താഴെ നിൽക്കും. ശബ്ദത്തിനേക്കാൾ അധികം വേഗത വരുന്നതാണ് സൂപ്പർസോണിക്. അത് ഒരു 3 ഇരട്ടിയൊക്കെ വരും, 3 ഇരട്ടിയോട് അടുത്ത് വരും. ആ ഒരു 6 ഇരട്ടിയൊക്കെ വന്നാൽ നമ്മൾ അതിനെ ഹൈപ്പർസോണിക് എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ്. ചെലവ് കുറവാണ് ഇത് നിർമ്മിക്കാൻ. ഇത് മാനുവറബിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ ഇപ്പോഴത്തെ ശേഷി 1500 ആണെങ്കിലും ടോമോഹോക്കിനൊപ്പം 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലായിട്ട് ഇത് രൂപാന്തരപ്പെടുത്താനാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ തെളിയിച്ചിരിക്കുന്നത് എല്ലാ തരം കാറ്റഗറിയിലുള്ള മിസൈലുകളും നിർമ്മിക്കുന്നതിൽ ഇന്ന് ഇന്ത്യ പൂർണ്ണ സ്വയം പര്യാപ്തതയാണ്. അതായത് ബലിസ്റ്റിക് മിസൈൽ ആകട്ടെ, പരമ്പരാഗത, അത് പരമ്പരാഗത മാത്രമല്ല, MRV, അതായത് മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന MARV ആകട്ടെ, MIRV, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിളുള്ള MIRV ആകട്ടെ, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള എല്ലാത്തരം പ്രിസിഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം. അതുകൂടാതെ ഇപ്പോ നമുക്ക് ക്രൂയിസ് മിസൈലിന്റെ കാര്യത്തിലാണെങ്കിലും സബ്സോണിക് ആണെങ്കിലും സൂപ്പർസോണിക് ആണെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്തു. ഇനി ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഇന്ത്യക്ക് നിർമ്മിക്കാനുള്ള വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ 20 മിനിറ്റിലധികം തുടർച്ചയായി പ്രവർത്തിച്ച 2000 കിലോമീറ്ററോളം ദൂര പരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഈ വർഷം തന്നെ അതിന്റെ പരീക്ഷണം ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെ ഇനി എയർ ടു എയർ മിസൈലുകൾ, അവിടെ റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച എയർ ടു എയർ അസ്ത്ര 1, 2, ഇത് രണ്ടും, അസ്ത്ര 1 ഓൾറെഡി സർവീസിലാണ്. 160 കിലോമീറ്റർ റേഞ്ച് ആക്കി ഇപ്പോൾ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കിയ റേഞ്ചുള്ള അസ്ത്ര 2 ഇപ്പോൾ പരീക്ഷണം തുടങ്ങും. 240 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ചായിട്ട് വരുന്നത്. ലോകത്തിലെ 1-ാം നമ്പർ മിസൈലുകളുടെ എല്ലാ സവിശേഷതകളും നമ്മുടെ ഇന്ത്യൻ എയർ ടു എയർ മിസൈലുകൾക്കുണ്ട്. പിന്നെ എയർ ടു സർഫസ്, അതുപോലെ തന്നെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈല്. എന്തിനു പറയുന്നു, മിസൈലുകളുടെ കാറ്റഗറിയിൽ ഇനി ഇന്ത്യക്ക് കീഴടക്കാൻ ഒരു മേഖലയില്ല. അത് വലിയൊരു നേട്ടം തന്നെയാണ്. പാകിസ്ഥാനേക്കാൾ ഇപ്പൊ ബഹുദൂരം മുന്നിൽ പോയിരിക്കുന്നു. ക്രൂയിസ് മിസൈലിന്റെ പണ്ടേ നമ്മളുമായിട്ട് ഒരു തരത്തിലും ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ പാകിസ്ഥാനെ ഒന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അത് ചൈനയും ഇന്ത്യയും തമ്മിലാണ് അവിടെ മത്സരം. ഇപ്പോ ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിലും നമ്മൾ പാകിസ്ഥാന്റെ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ ക്രൂയിസ് മിസൈലിന്റെ കാര്യത്തിൽ നമ്മൾ അമേരിക്കയുടെ ടോമോഹോക്കിന് ഒപ്പം എത്തുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഒരു സംശയവുമില്ല ഇക്കാര്യത്തിൽ. മിസൈലുകളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലാണ്. നമ്മൾ ഇനി അതിന്റെ ഒരു ഇക്കോ സിസ്റ്റം തന്നെ നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഇപ്പോ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. മിസൈലിന്റെ എഞ്ചിൻ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണിക് എഞ്ചിൻ. ആ മണിക് എഞ്ചിൻ ഇന്ത്യ നിർമ്മിക്കുന്നു. ആ ടെക്നോളജി സ്വകാര്യ മേഖലയുമായിട്ടും പല രീതിയിലും പങ്കുവച്ചിട്ടുണ്ട്. ചില സ്വകാര്യ കമ്പനികൾ സ്വന്തമായിട്ട് തന്നെ 1-2 കിലോ ന്യൂട്ടണൊക്കെ ത്രസ്റ്റ് കൊടുക്കുന്ന എഞ്ചിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം എഞ്ചിനുകളുടെ വകഭേദങ്ങൾ തന്നെയാണ് ഇപ്പോ നമ്മൾ സാധാരണ എല്ലാവരും, സാധാരണ എന്നല്ല, ഇതാണ് ഇങ്ങനെയുള്ള ടർബോഫാൻ എന്ന് പറയുന്ന, ടർബോഫാനും ടർബോ ജെറ്റ് എന്ന് പറയുന്ന 2 കാറ്റഗറിയിലുള്ള ചെറിയ ജെറ്റ് എഞ്ചിനുകളാണ്. ഏറ്റവും ശക്തി കുറഞ്ഞ എഞ്ചിനാണ് ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന. അതും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചു തുടങ്ങി. സെൻസറുകളുടെ കാര്യത്തിലാകട്ടെ, റേഡിയോ ഫ്രീക്വൻസി സീക്കറുകളുടെ കാര്യത്തിലാകട്ടെ, അതിന്റെ ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന്റെ കാര്യത്തിലാകട്ടെ, എല്ലാ കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തതയിൽ എത്തിയിരിക്കുകയാണ്. വലിയൊരു നേട്ടമാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യ
ലോകത്തെ ഒന്നാം കിട മിസൈൽ ശക്തികളിൽ ഒന്ന് ഇപ്പോൾ തന്നെയാണ്. പക്ഷേ ഈ മിസൈലുകളെല്ലാം തന്നെ ഓപ്പറേഷനിൽ ആകേണ്ടതുകൊണ്ട് ഇപ്പോ ഇതിപ്പം യൂസർ ട്രയലിലേക്ക് കിടക്കുകയാണ്. അതായത് സൈന്യം ഇനി ഏതാണ്ട് ഒരു 8 മാസത്തോളം സൈന്യം നിരന്തരം പരീക്ഷിക്കും. അതിനുശേഷം മാത്രമേ ഓപ്പറേഷണലൈസ് ചെയ്യത്തുള്ളൂ. ചെറിയ വ്യത്യാസങ്ങളോ ഫൈൻ ട്യൂണിങ്ങോ ഒക്കെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ വേണമെങ്കിൽ സൈന്യം അത് നിർദ്ദേശിക്കും. എന്തായാലും ശരി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് തൊട്ട് നിരവധി പുതിയ മിസൈലുകൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതത്തോടാണ് ലോകം കാണുന്നത്. ഇത് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത് സർഫസ് ടു സർഫസ്, അതായത് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഷിപ്പ് ടു ഷിപ്പ് ഓൾറെഡി നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞു, കപ്പലുകളെ തകർക്കാനുള്ളത്. അതുപോലെ തന്നെ സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലും തയ്യാറാവുകയാണ്. ഇത് ഈ ലോങ് റേഞ്ച് അറ്റാക്ക് ക്രൂയിസ് മിസൈല് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിന്റെ ദൂരപരിധി 500 കിലോമീറ്റർ ആണ്. അത് 1000 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു മിസൈല് നമ്മളിപ്പോൾ പരീക്ഷിക്കും. അന്തർവാഹിനികളിൽ നിന്നും ആണ് ഇത് പരീക്ഷിക്കാൻ പോകുന്നത്. എന്തായാലും ശരി, അതുപോലെ തന്നെ എയർ ലോഞ്ച്ഡും വരും. സുഖോയിൽ നിന്നൊക്കെ വിക്ഷേപിക്കാൻ പറ്റുന്ന, അതായത് ഇത് ഏത് കാരിയറിൽ നിന്നാണെങ്കിലും ഇത് കൃത്യമായിട്ട് വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മിസൈലാക്കി ഇന്ത്യ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം.